പോകാൻ സമ്മതിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവരം കിട്ടോ? പക്ഷെ നമ്മൾ ഇതിനായിട്ടാണ് കാർ ഒഴിവാക്കിയിട്ട് ജീപ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് അല്ല കാറ് അല്ല നമ്മള് കാറ് ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പ് സർവീസ് എടുക്കുന്നില്ല, നമ്മൾ സ്വന്തം പോകുന്നുണ്ടെങ്കിൽ വെഹിക്കിളിന് ചാർജ് ഉണ്ടാവും. അത് ഓക്കെ. പക്ഷെ അതല്ല 1500 കൊടുത്തിട്ട് ജീപ്പ് തന്നെ എടുക്കണം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലല്ലേ? നമ്മളത് ഇവിടെ അങ്ങനെയാണ് ഇത് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അങ്ങനെ നമ്മളെ സന്തോഷിക്കാണ്ടിരിക്കോ? അത് ഇവിടെ മാത്രമൊന്നുമില്ല. അടിപൊളിയാ? ഇഷ്ടപ്പെട്ടാ? ആ ഒരു ഇതില്ല, അതിന്റെ ഭീകരത ഒന്നും നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നുമില്ല. ചിരിയണ്ട നമ്മള് മറ്റേ വണ്ടിയാ അല്ലേ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കളർ കണ്ടപ്പോ. ആസ്വദിച്ചിട്ട് ചൂരൽമല കാണുന്നത് നാട്ടുകാർ നിന്നെ പൊങ്കാലിടട്ടെ. ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ കാണാനില്ലല്ലോ, എന്താ വീഡിയോസ് ഇടാത്ത, വീഡിയോസ് ഇടൂ, വെയിറ്റിംഗ് ആണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ കാണാണ്ടിരിക്കുമ്പോൾ അന്വേഷിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതിൽ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് യാത്രകളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈവൊക്കെ വന്ന് ജസ്റ്റ് നിങ്ങളോട് സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് കുറച്ച് ഓൺ വോയിസും കുറച്ച് വോയിസ് റെക്കോർഡും ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം വെച്ചാൽ ഇൻട്രോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു, രാവിലെ തന്നെ എഴുന്നേറ്റ് വിട്ടത് കാരണം. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. യാത്ര ചെയ്യുന്നവർ, യാത്രയെ ഇഷ്ടപ്പെടുന്നവർ, നിങ്ങളുടെ യാത്രാനുഭവങ്ങളൊക്കെ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. വലിയ പ്ലാനിങ്ങളൊന്നും ഇല്ലാത്ത യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ ആകെ ഉണ്ടായിരുന്ന തലേ ദിവസം റമീസ് കാരണം നമുക്ക് 900 കണ്ടിയിലോട്ടേക്ക് ഒന്ന് പോകണം, അവിടെ ഓഫ് റോഡാണ്, നമുക്ക് ജീപ്പ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇപ്പോൾ ഇവിടെ കയറിയിട്ടുള്ളത്. ഹലോ അസുബു, എക്സ്പ്രഷൻ നോക്കപ്പാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പൊ എടുത്തി ബോച്ചേന്റെ 1000 ഏക്കറിന്റെ അടുത്ത്. ബോച്ചേന്റെ മറ്റേ ബബിൾ ഹൗസും നല്ലൊരു സ്ഥലം. പൊറോട്ടയും കടലക്കറിയും. അസുബു, അപ്പൊ റമീസ്ഖാന്റെ രണ്ടാമത്തെ, നമ്മളെയും കൂട്ടിയിട്ട് രണ്ടാമത്തെ ഓഫ് റോഡ് അല്ലേ? റമീസ്ഖാന്റെ രണ്ടാമത്തെ അല്ല കേട്ടോ. റമീസ്ഖ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാ, അന്ന് പോയിട്ട് നമ്മൾ റമീസ്ഖാന്റെ ഫാനായി മാറി. അല്ലേ? ഗോമാത മാണ്ട മാറ്, റോട്ടിൽ നടക്കാണ്. പിന്നെ അവർക്ക് നടക്കണ്ടേ, അത് അവർക്കുള്ള വഴിയാണ്. നമ്മളിപ്പോ പോകുന്നത് 900 കണ്ടി ബ്രിഡ്ജ്, 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ്. അതിന്റെ അകത്ത് 1.5 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ റമീസ് ഖാനെ കാണുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലായിട്ട് ചോദിക്കുന്നുണ്ട് ഇതെടുത്തിട്ട് പോകുമെന്നുള്ളത്. കാണുന്നവര് ചോദിക്കാതെ ഇതെടുത്തിട്ടാണ് പോകുന്ന. അവിടെ താഴെ വണ്ടിയുണ്ട്, ഈ വണ്ടിക്കുന്ന കുഴപ്പോ അല്ല, എനക്ക് കുഴപ്പോ അല്ല, നമ്മളെ കുഞ്ഞു സാധനം ഇതല്ലേ കിടക്കുന്നത്. അതെ, അത് അവർക്ക് ഈ വണ്ടി മറ്റേ 2 വീലർ ഉണ്ടല്ലോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. ഒരുപാട് ജീപ്പുകൾ ഉണ്ടല്ലേ, അവര് പോകാൻ സമ്മതിക്കൂല. ഓഫ് റോഡ് മാത്രം, ഓഫ് റോഡ്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിൽ ഇതിന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ബോച്ചന്റെ അല്ല, പിന്നെ 900 കണ്ടി. ബോച്ചന്റെ നിങ്ങൾ വേണമെങ്കിൽ ഇതിപ്പോ പിന്നെ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാല് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവിടെ 60 ജീപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ 208 ജീപ്പ്. സംഭവം ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനായിട്ടാണ് കാർ ഒഴിവാക്കിയിട്ട് ജീപ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് അല്ല കാറ് അല്ല നമ്മള് കാറ് യൂണിയനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്.
സെക്രട്ടറി പ്രസിഡന്റ് കാര്യങ്ങൾ അവരത് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. പക്ഷെ ഇതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. പാടെ താറ് നിർത്തിയിട്ട് നമുക്ക് ഓഫ് റോഡ് പോകാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോ എന്നൂര് നിങ്ങൾ പോയേക്ക് നിങ്ങൾ വണ്ടി വിടൂല. എന്നൂര് നമുക്കറിയില്ല. നമ്മളിപ്പോ പിന്നെ നമ്മൾ ലാസ്റ്റ് പോയത് എവിടെയാണ്? മണ്ടൽപ്പെട്ടി അറിയോ? മണ്ടൽപ്പെട്ടി ഞാൻ പോയിട്ടില്ല. മണ്ടൽപ്പെട്ടി ഓഫ് റോഡ് നല്ല കുറച്ച് ടഫ് പക്ഷെ ജീപ്പ് കാര്യങ്ങളോ കൂർഗിലാണ്. അതെല്ലാം നമ്മള് ഇത് ട്രക്ക് ചെയ്തിട്ട് കേറുന്നതാണ്. ഇവിടെ പറഞ്ഞാല് ഇതാണ് പ്രശ്നം. യൂണിയൻ ആണ് ഇവര്. അങ്ങനെയല്ല, ഇപ്പം വെഹിക്കിൾ പോകുന്നതിന് ഒരു ചാർജ് ഉണ്ടാവും. അല്ല അങ്ങനെയാണ് നോർമലി. ജീപ്പ് ഉണ്ടാവും, ആ ജീപ്പ് സർവീസ് എടുക്കുന്നില്ല, നമ്മൾ സ്വന്തം പോകുന്നുണ്ടെങ്കിൽ വെഹിക്കിളിന് ഒരു ചാർജ് ഉണ്ടാവും. അത് ഓക്കെ. പക്ഷെ അതല്ല 1500 കൊടുത്തിട്ട് ജീപ്പ് തന്നെ എടുക്കണം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലല്ലേ? നമ്മളത് ഇവിടെ അങ്ങനെയാണ് ഇത് കാര്യങ്ങൾ നടന്നു പോകുന്നത്. മാറ്റങ്ങൾ പറഞ്ഞാൽ ഇത് പഞ്ചായത്ത്, RTO, പോലീസ്, യൂണിയന് ഇവരെല്ലാരും കൂടി ഉള്ള ഇതാണ്. നമ്മൾ സ്വന്തമായിട്ട് എടുത്ത തീർമാനം. ഒരു മിനിറ്റ് ഒന്ന്, ഞാൻ അവിടെ സൈഡ്. നിങ്ങൾ സെക്രട്ടറി ആരാന്ന് ഇവിടെ ഇല്ല? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവരം കിട്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഫോർ വീലാണ്. ശരി താങ്ക് യു. ഇവര് നമ്മളോടാണ് കളി. ക്യാമറ ഉള്ളോണ്ട് നമ്മളോട് പോയിക്കോ വണ്ടി കുറവാന്നൊക്കെ പറഞ്ഞേ. ഇല്ലെങ്കിൽ നമ്മളെ 1500 രൂപ കൊടുത്തിട്ട് ആ ജീപ്പിൽ തന്നെ കയറ്റിയാനല്ലേ? നമ്മളോടാണ് കളി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അതാ എന്നോട് ചോദിച്ചത്. അല്ല നമുക്കറിയണല്ലോ ഇത് ഇപ്പൊ ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയണല്ലോ. ഇപ്പൊ ഒരു താറാറിനെ വിട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ താറാരൻ ചിലപ്പോ പാവപ്പെട്ടവൻ ആരെങ്കിലും ആയതുകൊണ്ടായിരിക്കും 1500 രൂപ കൊടുത്തിട്ട് നമ്മളെ ഓഫ് റോഡ് ഇവിടെ സ്റ്റാർട്ടായി. ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. റമീസ് ഖാന്റെ കില്ലടിച്ചത് കേറാൻ പാടുണ്ടല്ലേ? നല്ല പാടാ. എന്നെ കൊണ്ടൊന്നും ഇത് നടക്കൂല, അതിനുള്ള ആരോഗ്യം. അപ്പൊ നമ്മള് മെല്ലെ ഇങ്ങനെ കേറും. ഈ നമുക്കിപ്പോ വീഡിയോ കാണുമ്പോ അത്ര വലിയ പ്രശ്നമുള്ള റോഡായിട്ട് തോന്നുന്നില്ല. പക്ഷെ നല്ല കുണ്ടും കുഴിയാണ്, വീതി കുറവാണ്. നമ്മൾ ഈ ഗിയർ ഇടാൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വണ്ടി 4 വീൽ ജീപ്പ് എടുക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഗിയർ എന്തിനാണ് ഇടുന്നുള്ള കാര്യമല്ല. പക്ഷെ ഇതിലത്ര വലിയ പ്രശ്നം തോന്നില്ല കേട്ടോ കാണുമ്പോ. എത്രത്തോളം ഇതിനകത്ത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇങ്ങോട്ടേക്കാണോ അത്ഭു കുലുങ്ങുന്നുണ്ടോ? നോക്കുന്നുണ്ട്. കുലുങ്ങുന്നുണ്ട്. നോക്കിയടാ. ഇവിടെ ഓഫ് റോഡ് എന്ത് ചെയ്യുന്നുണ്ട് കേട്ടാ? ഇല്ലടേ 4.5 കിലോമീറ്റർ ഗ്ലാസ് ബ്രിഡ്ജ്. ആ ഓഫ് റോഡ് ഇത്രയേ ഉള്ളൂ അതല്ലേ? അവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല റോഡാണല്ലോ കാണുന്നത്. അങ്ങോട്ടേക്ക് നല്ല റോഡ്. അപ്പം ഗ്ലാസ് ബ്രിഡ്ജിലോട്ടേക്ക് വേറെ ചാർജ്, ഇങ്ങോട്ടേക്ക് വേറെ തോന്നുന്നു. സ്കൈ പാർക്ക് നമ്മളിപ്പോ രാവിലെ എത്തണം എന്ന് വെച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പൊ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ രാവിലെ എത്താന്ന് വിചാരിച്ചത്. ഇന്നലെ നമ്മള് ഉറങ്ങാൻ ലേറ്റ് ആയില്ലേ? അല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട്, ചൂട് തുടങ്ങിയിട്ടുണ്ടാവുകൊണ്ട്. അല്ല ഒന്നിക്കൽ നമ്മള് രാവിലെ വരണേ, ഇല്ലേ പിന്നെ നമ്മള് വൈകിട്ട് വരണം. നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് 4.5 കിലോമീറ്റർ ആണ് ഗ്ലാസ് ബ്രിഡ്ജ് പറയുന്നത്. അങ്ങനെയായിരിക്കും കേട്ടോ 1500 വരുന്നത്. മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടേക്ക് 4.5 കിലോമീറ്റർ ഉണ്ടല്ലോ, ഓഫ് റോഡ് 1.5 കിലോമീറ്റർ, അങ്ങനെ ടോട്ടൽ 5.5 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അതായിരിക്കും ചാർജ്. അപ്പൊ പിന്നെയും പ്രശ്നമില്ല. ഞാൻ വെച്ച് 1 കിലോമീറ്ററിന് അവരാ ചാർജ് പറയുന്നതെന്നാ.
വീണ്ടും ഓഫ് റോഡ്. വേറൊരു ടീമിലെ പോകുന്നത് നമ്മൾ പീസ്ഫുൾ ആയിട്ട് നമ്മൾക്ക് നമ്മളെ വണ്ടി നോക്കണല്ലോ, അതുകൊണ്ട് നമ്മൾ മെല്ലെ പോവാണ്. ഇത് ഇവിടെ തന്നെയുള്ള ആൾക്കാര്. അവർക്ക് പിന്നെ സാധാ നോർമൽ ടയറാണ്. ചിലപ്പോൾ പൊട്ടി കഴിഞ്ഞാൽ തന്നെ അവർക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീർക്കുന്നത്. ഇത് നമ്മളെ ഒരു ടയറിന് തന്നെ 9 രൂപ 10 രൂപ 10,000 രൂപ ഒക്കെ അടുപ്പിച്ചിട്ടുണ്ട് ഒരു ടയറിന്. അപ്പൊ നമ്മളെ വണ്ടിയുടെ സേഫ്റ്റി, നമ്മളെ സേഫ്റ്റി എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് പോവാൻ വേണ്ടിട്ട്. അവരെ ഒന്ന് റിസോൾവ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതല്ല, അവർക്ക് സ്ഥിരം പോയി എവിടെ പ്രശ്നങ്ങൾ ബൈഹാർട്ടായിരിക്കും. അതെ അതെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ദയവ് ഇതൊന്ന് ചാനൽ സബ് ചെയ്യാം. വീഡിയോസ് ഒക്കെ ഫോൺ എവിടെയെങ്കിലും കണ്ടിട്ടോ? ഇവിടുന്ന് സൗണ്ട് കേട്ടിന്. അതല്ലേ അങ്ങോട്ടേക്കൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ജീപ്പ് ഉണ്ടെന്ന് കരുതിട്ട് ആരും വരാൻ പാടില്ല കേട്ടോ. അതാ പറയുന്നത്, കുറച്ച് സ്കില്ല് വേണം. എടുക്കാൻ ഓഫ് റോഡ് എടുക്കാനും കൂടെ അറിയുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് വരിക. ധൈര്യം മാത്രം, കുറച്ച് സ്കില്ലൊക്കെ വേണം കേട്ടോ. ഇല്ലേല് എന്ത് ഇടുങ്ങിയ വഴികളല്ലേ ഇത്. സംഭവം രസമുണ്ട്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കിടാ. പക്ഷേ ഈ വീഡിയോ കണ്ട് മോട്ടീവായിട്ട് ആരും സ്വന്തം വണ്ടി എടുത്ത് വന്നേക്കരുത്. വണ്ടി എടുത്ത് കുറച്ച് എണ്ണ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ. പക്ഷെ അതല്ല പറയുന്നേ, എന്താ, ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. താഴെന്ന് വരുമ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. രണ്ടെന്ന് പറയുന്നത് ഇതേപോലുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള, ഇത് അത്രയും നമ്മൾ വലിയ ഓഫ് റോഡറാണെന്നും പറയുന്നില്ല, കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു റോഡാണിത്. ഈ റോഡിലെ കൂടെ എല്ലാം പോകാനുള്ള കുറച്ചുള്ള ഒരു ഇത് വേണം, ധൈര്യം വേണം. ഞാനില്ലേ, എനിക്ക് ഉരുൾപൊട്ടലിന്റെ ഭീകരാവസ്ഥ സത്യത്തിൽ ശരിക്കും അറിയില്ലേനെ. ഇപ്പൊ ഈ ഓഫ് റോഡ് വരാൻ തുടങ്ങിയില്ലേ, ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് വന്നില്ലേ, അപ്പോഴാണ് ഉരുൾപൊട്ടലിന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഈ പാറക്കല് കാണുമ്പോഴാണ് ഉരുൾപൊട്ടൽ എന്താന്ന് മനസ്സിലായത്. സത്യം എനിക്ക് അറിയില്ലേനു, കാരണം നമ്മളെ ഏരിയ അങ്ങനെയുള്ള ഒരു ഏരിയ അല്ലല്ലോ. നമ്മളവിടെ ഉരുൾപൊട്ടലും ഉണ്ടാവും. ചൂരൽമലയിലെ ആൾക്കാരല്ലേ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞത്. ഈ വഴി പോകുമ്പോഴേ അവിടെ നേരത്തെ എന്തോ ഒരു മെസ്സിന്റെ പേര് കണ്ടിട്ടില്ലേ, ചൂരൽമല മെസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നത്, ഞാനത് നോക്കട്ടെ, നമുക്ക് പോകുന്ന പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം. അല്ല അല്ല, ആ ഒരു ഇതില്ലേ, നമ്മളെ ചൂരൽമല ആ വെള്ളം പൊട്ടിയൊലിച്ച് വന്ന ഭാഗങ്ങളില്ലേ, അത് കാണാൻ പറ്റും. അവരെ പ്രിയപ്പെട്ടവര് റെസ്റ്റ് ചെയ്യുന്നിടത്ത് നമുക്കൊരു വിനോദസഞ്ചാര കേന്ദ്രം നമ്മൾ അങ്ങോട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആ പോകുന്ന വഴികൾ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാനതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ ഇപ്പം നമ്മളെ നാട്ടിലെ പള്ളിക്കാടിനെ നമ്മള് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഇങ്ങനെ കാണാൻ നിൽക്കുക ഇല്ല. അപ്പൊ നമ്മളെ പ്രിയപ്പെട്ടവർ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എപ്പം പോകുമ്പോ ഒരു നെഞ്ചടിപ്പോടെയാ പോവുക. അതാണ് ഇപ്പൊ ചൂരൽമലയിലെ ആൾക്കാർക്ക് അവരെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിന് നമ്മളെ ഞാൻ പേഴ്സണലി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഫോർ വീൽ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. നല്ല രസമുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് കാണാന്. ഈ ഒരു ബൊലേറോന്റെ ക്യാമ്പർ ഒരു വണ്ടി, അത് ആൾക്കാരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സാധനം കൊണ്ടുപോകുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഇത് 1500 രൂപയ്ക്ക് നമ്മൾ എത്രത്തോളം നമ്മൾ ദൂരം പോകുന്നുണ്ട് നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആണ്, അപ്പൊ എത്രത്തോളം ഇത് നമ്മൾ അറിയില്ലല്ലോ. ഇവിടെ പക്ഷെ ശരിയല്ലേ, വീട് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് എന്താ പറയാ, സ്വന്തം വണ്ടി ഉണ്ടായിരുന്നവരെ മടക്കി അയക്കാന്ന് പറയുന്നത് അത് കുറച്ച് ഇതാണ്. ചേച്ചി, ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒരുപാട് പോകാനുണ്ടോ? അതെ അല്ലേ. പിന്നെ വേറെ ഇവിടെ നിന്ന് കാണാൻ എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് ഉണ്ടല്ലേ, ഓക്കെ. ഇവിടെ പ്രൈവറ്റ് വണ്ടികൾ അങ്ങനെ പോവാറുണ്ടോ? അതെ അല്ലേ.
അവര് പറഞ്ഞു, നമ്മൾ പിന്നെ അവരോട് സംസാരിച്ചിട്ട് അവർ പൊക്കോന്ന് പറഞ്ഞു. ശരി എന്നാലേ, ശരി കേട്ടോ. അവര് സ്വന്തം വണ്ടി തന്നെ വിടുന്നില്ല എന്നല്ലേ അവര് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയില്ല കേട്ടോ. ഇത് ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതല്ലേ, ഫോറസ്റ്റിന്റെ അണ്ടറിൽ എന്ത് യൂണിയൻ വന്ന് അല്ലേ അറിയില്ല, നമുക്കറിയില്ല അതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്കറിയില്ല. പക്ഷെ ഫോറസ്റ്റിന് എനിക്ക് നമുക്ക് നോക്കാം. എന്ത് മുണ്ടക്കൈ ഫോറസ്റ്റ് ഇതാട്ടോ. അപ്പൊ ഇതന്നെ ഈ ഒരു ഏരിയക്ക് അതിനകത്ത് പെട്ടതാട്ടോ. വെറുതെ അല്ലേ ഈ പറക്കല് ഇങ്ങനെ. മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ. അനധികൃതമായ സർക്കാർ വനത്തിൽ പ്രവേശിക്കുന്ന കേരള നിയമപ്രകാരം അത് ഇതിന്റെ അത് നോർമലി നമ്മളെ കൊട്ടിയൂർ വനത്തിലെല്ലാം ഉണ്ടാവലുണ്ട്. ഇവര് റമിക്ക സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാ. നമ്മൾ 2-3 ദിവസത്തെ ഒരു യാത്രയായോണ്ട് പിന്നെ പില്ലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സീറ്റൊക്കെ സീറ്റ് മറ്റേ സീറ്റ് മാറ്റി ഇത് വെച്ചിട്ടുണ്ട്. ഹസ്ബാനെ കാണിക്കണം അല്ലേ? അസ്ബ ഹായ് പറ, ഹായ് പറ അസ്ബ. ഹലോ ഗൈസ് പറഞ്ഞേ, ഹലോ ഗൈസ്. ഓ മൈ ഗോഡ്, അതോക്ക്. ഓ അത് നോക്കണം. നമുക്ക് നോക്കിടാ, അവിടെ നോക്കടാ. നല്ല രസമുണ്ടല്ലേ, അടിപൊളിയാണ്. നമുക്ക് ശരിക്കും അങ്ങോട്ടേക്കെല്ലാം പോകാൻ പറ്റും ഓഫ് റോഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് ഉണ്ട് വഴി ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയാ അങ്ങ് നോക്കിയ ഒരു ലോങ് അങ്ങോട്ടെല്ലാം പോകാൻ പറ്റിയിട്ട് നമുക്ക് അടിപൊളിയാണ്. പക്ഷെ വേണ്ട, എന്താ അറിയോ, വെറുതെ എന്നെ നശിപ്പിക്കണ്ട. നമ്മളിങ്ങനെ മനുഷ്യന്മാര് പോയിട്ടാണ് ഈ ഉരുൾപൊട്ടൽ സംഭവങ്ങൾ. വെറുതെ എന്തിനാ ആ ഭാഗങ്ങൾ അങ്ങനെ നിന്നോട്ടെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാനിപ്പം വണ്ടി കൊണ്ട് പോകുമ്പോൾ സാധാരണ നമ്മള് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികള് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കും. നമ്മൾ കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഹായ് ഒക്കെ പറയും. ഇത് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കണ്ട ആലുവ കടപ്പുറത്ത് കണ്ട പരിചയം പോലും തരുന്നില്ല. ഇഷ്ടപ്പെടൂലല്ലോ എന്തായാലും. അല്ല അവരെ ജീവിത മാർഗം എന്നുള്ള രീതിയില്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് വണ്ടി കൊണ്ടുവരുമ്പം പിന്നെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അവരെ ബുദ്ധിമുട്ടിക്കണം വെച്ചിട്ടൊന്നല്ല. അവരെ ബുദ്ധിമുട്ടിക്കാൻ വെച്ചിട്ടൊന്നല്ല. ഇവിടുന്ന് ഓഫ് റോഡ് മാറിയിട്ട് ചെറിയ കോൺക്രീറ്റ്. ഇത് കുത്തനെയുള്ള കാര്യം. അവര് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദുർഘടം പിടിച്ച വഴി തന്നെ. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ടൈം വെറുതെ അവര് രാവിലെ വരണമെന്നാണ്. മേ ബി രാവിലെ വന്നു കഴിഞ്ഞാല് നല്ല വ്യൂ ആയിരിക്കാം, നല്ല വേറെ എന്തേലും ഇതൊക്കെ ഉണ്ടാവും, തണുപ്പും കാര്യങ്ങളൊക്കെ. ഇത് ഓക്കെ ആട്ടോ, മസ്റ്റ് വിസിറ്റ് ആട്ടോ ഇത്. ഒരു നമ്മളൊരു യാത്ര പോകുമ്പോ വരുമ്പോ അത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെ. ഇത് റിസോർട്ടാന്ന് തോന്നുട്ടാ, പൂളൊക്കെ കാണുന്നുണ്ട് അവിടെ. മസ്റ്റ് വിസിറ്റ് ആണ് ഇത്. നമ്മൾ ഈ വയനാട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് റോഡൊക്കെ കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതാ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ബൈക്കിംഗ് കൊണ്ടൊക്കെ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, എനിക്കറിയില്ല ബൈക്ക് കയറുമെന്ന് അറിയില്ല, ബൈക്കിംഗ് കൊണ്ടൊക്കെ വരാൻ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. അടിപൊളിയാണ്. ലൈരങ്കണ്ടി എക്കോ പാർക്ക്. അല്ല ഗ്ലാസ് ബ്രിഡ്ജ് നല്ല നേരിട്ട് പോയി കാണാം. നമ്മള് താഴെ നമ്മൾ ആ ജീപ്പിലും വെക്കുന്നത് സ്ട്രൈറ്റ് പോയാൽ മതിയാ? ആ കാണുമല്ലേ, ഓക്കേടാ. ഗോത്ര എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു ഇത് കാണുന്നുണ്ട്. ഞാൻ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നേ. അതെ, അല്ല വേറൊന്നല്ല കേട്ടോ. ഞാന് ഹാപ്പി അല്ലേ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോകാൻ? അൽഹംദുലില്ലാ. നമ്മള് മുമ്പ് ഇങ്ങനെ പോയിട്ടില്ല. നമ്മളെ ഒരു എന്താ പറയാ മൈൻഡില് പോലും ഇങ്ങനെ ഓഫ് റോഡ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെ ആ ഒരു ത്വര കണ്ടിട്ടാണ്. പക്ഷെ അല്ല, ഞാൻ ഫസ്റ്റ് ഞാൻ നിന്നോട് ചോദിച്ച സമയത്ത് നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു
നിനക്ക് ഓഫ് റോഡ് ഇഷ്ടമാണോ സ്ഥലങ്ങളാണോ ഇഷ്ടം? അപ്പൊ നീ എന്താ എന്നോട് പറഞ്ഞതാ? എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടങ്ങളൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടം മറ്റേ ഈ വാട്ടർ തീം പാർക്ക് അങ്ങനെയുള്ള ഐറ്റംസ് സ്ഥലങ്ങളാണ് എനിക്ക് ഇഷ്ടം. നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ഇല്ലേ? എന്തോ ഹസ്ബൻഡ് എന്ത് പറയുന്ന? ഹാപ്പിയാ? എന്നിട്ട് നീ അന്ന് അങ്ങനെ പറഞ്ഞല്ലേ, ഇപ്പൊ അതിനുശേഷം നിന്നെ ഞാൻ മണ്ടൽപ്പെട്ടി കൊണ്ടുപോയി, ഇപ്പൊ ഇതായത്. അപ്പൊ നീ നിന്റെ അഭിപ്രായം എന്താ? ഓഫ് റോഡ് അടിപൊളിയാണ്, നമുക്ക് നമ്മളെ നേച്ചറുമായിട്ട് ഇങ്ങനെ അല്ലേ? അടിപൊളിയല്ല? ഞാൻ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇത്, ഓഫ് റോഡ്. പിന്നെന്താണ് ആച്ചിന്റെ അഭിപ്രായം ചോദിച്ചു നോക്ക്. ആച്ചി, ഓഫ് റോഡ് ആണോ ഇഷ്ടം, പാർക്കാണോ ഇഷ്ടം? പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ആച്ചി ഇങ്ങക്ക് ഒരു കാടും മലയും എന്നെല്ലാം പറഞ്ഞതിനു, അവിടെ എത്തി ആ തണുപ്പും കാറ്റെല്ലാം കൊണ്ടപ്പോ ഇപ്പൊ വിഷയല്ല. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മറ്റേ എന്താണ് എടക്കൽ ഗുഹ, പിന്നെ കുറെ ലേക്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇത് കിട്ടില്ല, നമുക്കൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടൂല. ആൾക്കാരിങ്ങനെ നമ്മളിങ്ങനെ നോക്കുക, ഇവിടെ എല്ലാരും അങ്ങനെയുള്ള ജീപ്പിന്ന് വരുന്നല്ലേ, അപ്പൊ നമ്മളേ ഉള്ളു ഇങ്ങനെ വരുന്നേന്ന് തോന്നുന്നു. താഴെ അതിന്റെ എക്കോ പാർക്കിന്റെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് എന്നാ പറഞ്ഞേ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് നോക്കിട്ടാ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രപാട് 4-wheel ഡ്രൈവ് ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നത്. കൊറേ നേരമല്ലേ 4-wheel ഡ്രൈവ്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോ രണ്ട് സൈഡ് ഈ ടയർ കറക്റ്റ് പോകേണ്ട ഒരു വീതിക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ അതുപോലത്തെ പാറക്കല്ല്. ഇത് നമ്മൾ 5 മണിക്കൊന്നും വിട്ടാ പോരാട്ടാ. പിന്നെ ഉണ്ടല്ലോ, നമ്മള് നേരത്തെ വെറുതെ അവരെ തെറ്റിദ്ധരിച്ച് 1500 പറഞ്ഞപ്പോ. ഓട്ടം മാത്രല്ല, റിസ്കും ഉണ്ടല്ലോ. അവിടെ വെക്കുന്ന അത്ര സേഫ് അല്ല കേട്ടാ, നല്ല വെയിറ്റ് ഉള്ള സാധനം. അതല്ല എന്റെ മുട്ടിനാ വന്ന് വീഴുന്നു. എന്നാ അത് ദൂരെ ഇച്ചിടെ വെക്ക്, അല്ല ബേക്കിൽ വെക്ക്. ഇങ്ങനെ വെച്ചാലോ? അവിടെ വെച്ചോ. ഇപ്പൊ എന്റെ മനസ്സൊന്ന് പാളിയില്ല കേട്ടാ. ഞാന് 3rd ലെയർ കയറിക്കൊണ്ടിരുന്നതേ, കയറുന്നില്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കയറുന്നതിന് കുന്നിന്റെ ഇത് കൂടിക്കൂടി വരെയല്ലേ ചെയ്തത്. ഞാൻ വിചാരിച്ച പെട്ടെന്ന് ഇത് തീർന്ന വിചാരിച്ചതേ, പെട്ടെന്ന് ഇതായിപ്പോയി, സ്റ്റക്കായി പോയില്ലേ. വണ്ടി ബേക്ക് വലിഞ്ഞില്ലേടാ. നമുക്ക് കയറി പോലാ മുകളിലേക്ക്. ഓക്കെ അല്ലേ നിങ്ങള്? ഞാൻ ഓക്കെ. അങ്ങനെ നമ്മളെ ഫൈനലി സന്തോഷിക്കാണ്ടിരിക്കോ. ഇവര് പോവൂല, എത്തൂല, ചക്കയാവൂല, വാങ്ങിയാവൂല സ്ഥലത്തെല്ലാം നമ്മള് പേടിക്കേണ്ടി വരുന്ന ഒരു വഴി തന്നെയാണ്. അത്രയും സിമ്പിളായി കാണണ്ട. അല്ല, ഇവര് എത്തൂല വരൂല പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മള് ഓക്കെ മുകളിലേക്ക് പോകില്ല. നമ്മളിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വണ്ടി സേഫ് ആയിരിക്കുന്നത് ഈ ആള് നമുക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കും. ഇവിടെ വെച്ചാൽ മതിയോ? ബേക്കോട്ടൊക്കെ എടുക്കണോ ഇനി? ഉണ്ടാവോ? ഇറക്കാൻ പറ്റുമോ? ഓക്കെ. അങ്ങനെ ഇനി ഒരു 100 മീറ്റർ നടക്കാൻ പോവാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കാം. രമേശ് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പം കയറണ്ട, അങ്ങനല്ല, വണ്ടി 800 അല്ലേ, അതുകൊണ്ട് ജീപ്പും കയറ്റിയല്ലേ? ജീപ്പ് കയറ്റി ഞാൻ ഓഫ് റോഡ് പോകുന്നത്. വണ്ടി അടിയൊന്നും തട്ടില്ലല്ലോ? ഒന്നും തട്ടില്ല. പോയേക്കാം, നമുക്ക് ആ ചേച്ചിമാരോട് പോവാം. അത് ചേച്ചിമാരെ
ഓടി വാ. റെയിൻസ്കാ പിന്നെ ഇത് വേണം, എക്സ്ട്രാ എന്തെങ്കിലും എടുക്കണോ? ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഇറങ്ങുന്നതല്ല. ഗ്ലാസ് ബ്രിഡ്ജും കണ്ട് നേരെ നമ്മള് മറ്റേ ഇത് വേണം, ഇതിനൊപ്പം അഡ്വഞ്ചർ സ്വിങ് ഇല്ലേ, മറ്റേ ഹൈറ്റിൽ. നാളെ അതിനെക്കാട്ടി വലുതിൽ കയറാൻ വേണ്ടി പോകുന്നുണ്ട് അന്നേരം. അത് ശരിയല്ലേ? അസ്ബാക്കില്ല വേണ്ട. 5 to 12 വരെ പിന്നെ 100 രൂപ, അഡൽട്ടിന് 250. ആച്ചിക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ല, 100 കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേറാം. ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ല. ഓക്കെ, സിപ്പ് ലൈന് പോണെന്ന്. എന്നിട്ട് അതിനെടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. എടുക്കണ്ട. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ല കുത്തനെയുള്ള കയറ്റായോണ്ടേ. ചെരുപ്പ് ഇത്ര നേരം പ്രശ്നമില്ലേ? ഇപ്പൊ ഇത്ര ടാസ്ക് ഇല്ലായിരുന്ന, ഇത് നടന്ന് കയറാനാണ്. ഇത് മറ്റേ ജിമ്മില് ഫസ്റ്റ് ഡേ പോയ പോലെ ഉണ്ടാവും നാളെ കാല്. നടക്കോ? പിന്നെ ഓള് നടക്കുന്ന തീർന്ന്. എത്തി. ഹസ്ബു എന്നിട്ട് സംസാരിക്കുന്നുണ്ട്, അവിടെ പരിചയപ്പെടുന്നുണ്ട്. മോശാണ് പേര് പറ. ഹസ്ബുവിന് നാണം. ഹസ്ബ ചെരുപ്പൂര് എല്ലാരും ചെരുപ്പൂരാണ്. നല്ല രസമുണ്ടാ? അച്ചിക്ക് പേടിയുണ്ടാ? അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലോ എനിക്കോ. അത് അന്ന് കേക്കട്ടെ. എന്നാ മോളെ, പേടിക്കാൻ മാത്രമൊന്നുമില്ല? അടിപൊളിയാ? ഇഷ്ടപ്പെട്ടാ? വെയില് വന്ന പക്ഷെ വലിയ ചൂടൊന്നും ഇല്ലല്ലോ എനിക്കോ. വലിയ ചൂടൊന്നും, പക്ഷെ രാവിലെ വന്നു കഴിഞ്ഞാലേ കോടയിലായിട്ട് നല്ല ഇതുണ്ടാവല്ലേ. ഇതിന്റെ മുകളിലൊക്കെ താഴേക്ക് ഇങ്ങനെ കോടയായിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇങ്ങോട്ട് നോക്കൂ, ചെറിയൊരു ആട്ടുണ്ടടാ. ഇല്ല, ഇതാ എനിക്ക് തോന്നുന്നതാ. വലിയ കാല്, ഒരു പേടിയില്ലാണ്ട് ഒറ്റയ്ക്ക് പോകുന്നു. നാട്ടില്ല. എടാ ഓടിവാ, പേടിക്കണ്ട, ഓടിക്കോ. നടന്നിട്ടാ വരുന്നേ? എന്താണ് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ വെയിലായോണ്ട് ഫോട്ടോ ഒന്നും അത്ര ക്ലിയർ ഒന്നുമില്ല. അത് എനിക്ക് പക്ഷേ എല്ലാരും പറയുന്ന പോലെ അങ്ങനെ വലിയൊരു സംഭവം സെറ്റപ്പ് ഒന്നുമല്ല അല്ലേ. ഇങ്ങനെ ഹൈറ്റ് പേടിയുള്ളവർക്ക് ചിലപ്പോൾ പേടിയായിരിക്കും. എനിക്ക് നോർമലി അങ്ങനെ ഹൈറ്റ് പേടിയില്ല. കോടയിലുണ്ടാകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. അങ്ങനെ നേരെ നോക്ക്. പിന്നെ ഉണ്ടല്ലോ ഈ ബ്രിഡ്ജ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ട്രീ ടോപ്പ് ഞാനാ കേട്, നീയാ കേട്. അപ്പൊ ശരി, കണ്ടോടാ. ഓക്കെ. പോവാം. ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഇറങ്ങിയല്ലേ. വാ,
അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ചൂരൽമലേൻ്റെ അങ്ങോട്ടേക്ക് ഒരു നമ്മൾ ചൂരൽമലയിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഇതില്ല അതിന്റെ ഭീകരത ഒന്നും നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. അതിപ്പോ ഇവിടുത്തെ പാറക്കലുണ്ടാ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇതുള്ളതാണ്. ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്കൊന്ന്, പക്ഷെ ആ വന്ന വഴികളില്ലേ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതാണ് ഇതാക്കുന്നത്. നോക്കാം നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നല്ല തണുപ്പുണ്ട്. ഇപ്പൊ നല്ല തണുപ്പ് വന്നേ. അങ്ങോട്ടൊന്നും നല്ല ചൂട്. അവിടെ വെയിലല്ലേ, മരം ഒന്നുമില്ലല്ലോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. അവർക്ക് കേറാൻ പറ്റായിട്ട് നിൽക്കുന്നു പാവം. ഭയങ്കര പെട്ടെന്നൊരു കുത്തിനെ ഇങ്ങനെയുള്ള കയറ്റായോണ്ടാണ് നമുക്ക് കാലിതാണ്. എനക്കണങ്ങ് ഉറക്കവും വരുന്നത്. ഉറങ്ങിയിട്ടില്ല, നിങ്ങളെല്ലാം വണ്ടി കിടന്ന് ഉറങ്ങിയതാ. ശരിയാ, ഞാൻ അത്യാവശ്യം ഒരു അരമണിക്കൂറേനു മുകളിൽ ഉറങ്ങിയത്. നന്നായിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങിയിട്ട് അരമണിക്കൂറല്ല, ഒരു മണിക്കൂറിന് അടുപ്പിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹസ്ബു എന്ത് പരിപാടി? ഊഞ്ഞാലാടാ? ചിരിയണ്ട. മതി അലി പോണ്ടേ? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. 900 കണ്ടി ഓഫ് റോഡ്. ആ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ പറയുന്നത്ര വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് വഴിയിലുള്ള ആ ഒരു ഇത് യാത്ര അടിപൊളിയായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് ഒരു നോർമൽ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ലേ വേറെ ഏതെങ്കിലും ടൈമിൽ വന്നാലും നല്ലതായി കാണുമെന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രല്ല വേറൊരു വ്യൂ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. വ്യൂ അല്ല, ട്രീ വ്യൂ. അതിന്റെ മേലെ കയറിയിട്ട് കാണാം. അങ്ങോട്ട് കയറിയില്ല, നമ്മൾ കയറിയിട്ടില്ല. സ്റ്റെപ്പ് കയറാൻ മടിയുള്ള കാരണം അങ്ങോട്ട് കയറിയിട്ടില്ല. ഇത് അത്യാവശ്യം കയറിയിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ നമുക്ക് പോവാല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇനി അടുത്ത സ്പോട്ട് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതായിട്ടിടും, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിടും. അപ്പൊ നമുക്ക് ഇറങ്ങാം. നമ്മൾ ഇവിടുന്ന് തിരിച്ചിട്ട് ഇറങ്ങിയാണല്ലേ. ഇറക്കം അത്യാവശ്യം നല്ല ഇറക്കാണ്. കയറ്റം ഇങ്ങനെയായിരുന്നല്ലോ. ഇറക്കത്തിന്റെ അവസ്ഥ ചൂട് തുടങ്ങിയല്ലേ വെക്കാം. നല്ല ചൂടാ. പ്രോ ഡ്രൈവറാന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറക്കം പുല്ലിക്ക് ജ്യൂസ് അടിച്ച പോലെ ആയി. വണ്ടി കണ്ടടാ, എനിക്ക് തോന്നുന്നു നമ്മളെ ചൂരൽമലയിലെ അപകടത്തില് ഒരാളെ വണ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. സെയിം കളറ് സെയിം സാധനം. എന്നിട്ട് നമ്മളെ മറ്റേ സഫാരിയുടെ മറ്റേ പേരെനിക്കറിയില്ല. ഇതിന്റെ സെയിം സാധനം സഫാരിന്റെ അവര് കൊണ്ടുകൊടുത്ത വണ്ടിയാണെന്ന് തോന്നുന്നു. അവര് കൊടുത്ത വണ്ടിയാട്ടാ ഇത്. എന്താ ഭംഗിയത് കാണാൻ. ഇതാ വണ്ടിയല്ലേ? ചോദിച്ചോട്ടെ ബ്രോ, വെയിറ്റ് ഒരു മിനിറ്റ്. ഇത് നമ്മളെ മറ്റേ വണ്ടിയാ അല്ലേ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കളർ കണ്ടപ്പോ. നീ എടുത്തതാ? അത് മറ്റേ സഫാരിന്റെ അവര് സഫാരിന്റെ ഒരുത്തൻ ഉണ്ടായിരുന്നില്ലേ, സഫാരി കാർസ്, അവര് ഇവർക്ക് കൊടുത്തങ്ങനല്ലേ എടുത്ത? അതല്ലേ, ഇത് താറല്ലേ? താറ് DI എഞ്ചിൻ അല്ലേ? അടിപൊളിയല്ലേ? ഇത് ഇങ്ങോട്ടൊക്കെ പ്രൈവറ്റ് വണ്ടികൾ അലൗഡ് അല്ല അല്ലേ? പിന്നെ നമ്മളെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു, അറിയില്ല, അവരോട് പറഞ്ഞപ്പോ കയറ്റി വിട്ടാണ്. അപ്പൊ എന്താ പേര്? കാണാം, ശരി. നല്ല പോപ്പിൻസിന്റെ കളേഴ്സിലെ കുറെ എണ്ണം ഉണ്ട്. ഇപ്പൊ പച്ച പോയി, ഇപ്പൊ നീല. അത് നല്ല ഭംഗിയില് വണ്ടികള്. നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണല്ലോ. അല്ല, ഇത് കോമൺ കളറാട്ടോ. അങ്ങനെയല്ലെന്ന് കളേഴ്സ് അങ്ങനെ. ചിരിയുണ്ട്, എല്ലാരും ചിരിക്കുന്നുണ്ട്.
വെറൈറ്റി കളേഴ്സ് വെറൈറ്റി കളേഴ്സ് ആണ്. തന്നെ വരണം. മിലിറ്ററിക്കാരുണ്ടാക്കിയ മറ്റേ ഇതില്ല ബ്രിഡ്ജ്, നമ്മൾ ഇവിടം വരെ വന്നപ്പോ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി, ആ ബ്രിഡ്ജ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആസ്വദിച്ചിട്ട് ചൂരൽമല കാണുന്നത്. നാട്ടുകാർ നിന്നെ പൊങ്കാല ഇടട്ടെ. ഞാൻ ഇതിന്റെ ഭീകരത നോക്കിയ ഈ ഒരു പാലത്തിന്റെ മുകളില് ഇവര് പുനരധിവാസം പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. സങ്കടമാണ്. ഒരു സമയത്ത് നമ്മളെ നാട്ടിലുള്ള ടൗൺ പോലെ ഇരുന്നൊരു ടൗൺ ആയിരിക്കൂലേ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. അതിലേക്കും ടാറ്റാ.